അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന സംഗതികളൊക്കെ കേൾക്കുകയാണെങ്കിൽ, നമ്മളെ കേൾപ്പിക്കുകയാണെങ്കിൽ ജീവിതം നമ്മൾ ആരും ആഗ്രഹിക്കുകയില്ല. ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന സംഗതികളൊക്കെ പച്ചയായിട്ട് എല്ലാം വേണ്ട ഒറ്റ ഖബറിന്റെ ഉള്ളിലുള്ള സംഗതി ലൈവായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ജീവിതം അതോടെ നിർത്തും. പിന്നെ ഭൂമി ലോകത്ത് ജീവിക്കാൻ ആഗ്രഹം വരില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൗലാ അന്നകും ദഫൻതും, നിങ്ങളെ മറവ് ചെയ്യൂലായിരുന്നല്ലെങ്കിൽ, നിങ്ങളെ മറവ് ചെയ്യാതെ ഭൂമി ലോകത്ത് താമസിപ്പിക്കുമായിരുന്നെങ്കിൽ ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബരി ശൈആ, ഖബർ ശിക്ഷയിൽ നിന്ന് കുറച്ചെങ്കിലും നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. പക്ഷേ നിങ്ങളെ ഖബറിലേക്ക് വെക്കാനുള്ളവരാണല്ലോ, നിങ്ങൾ അനുഭവിക്കാനുള്ളവരാണല്ലോ. അതുകൊണ്ട് വിശ്വസിച്ച് നന്നായാൽ നിങ്ങൾക്ക് കാര്യം. എന്നാ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്കിവിടെ കേൾപ്പിക്കാനും കാണിക്കാനൊന്നും ഞാൻ അള്ളാഹിനോട് ദ്വാരക്കുന്നില്ല, എല്ലാവരും ഖബറിലേക്ക് പോകാനുള്ളവരല്ലേ. സുബ്ഹാനല്ലാഹ്. ഭൂമി ലോകത്ത് ചെയ്തു കൂട്ടിയ ഓരോ സംഗതികൾക്കും ശിക്ഷ കണ്ടില്ലേ സഹോദരങ്ങളെ? ചെറിയ ശിക്ഷയല്ലല്ലോ, വലിയ ശിക്ഷയല്ലേ. നമുക്കാർക്കും താങ്ങാൻ പറ്റുന്ന ശിക്ഷയല്ലല്ലോ ഈ കാണുന്നത്. വലിയ വലിയ ശിക്ഷയാണ്. എത്രമാത്രം വലിയ ശിക്ഷയാണ് ഭൂമിയുടെ ഉൾഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ ശിക്ഷ അവനെ ശിക്ഷിക്കാനുള്ള കാരണം ഭൂമി ലോകത്തുള്ളവന്റെ ജീവിതം വഴിതെറ്റിപ്പോയി. ജീവിക്കേണ്ട യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലും അവൻ ജീവിച്ചില്ല. ഖബറാളികളുടെ ഉള്ളില്, ഖബറിന്റെ ഉള്ളില് ശിക്ഷ കൊടുക്കുന്ന രൂപഭാവങ്ങൾ വിശദീകരിച്ചെടുത്ത് ധാരാളം സംഗതികൾ മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പോയി കിടക്കാനുള്ള ഖബറ് അത് ശിക്ഷയുടെ കേന്ദ്രങ്ങളായി മാറരുത്, രക്ഷയുടെ കേന്ദ്രങ്ങളായി മാറണം സഹോദരങ്ങളെ. അതിന് രക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കണം. പ്രധാനമായും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസ് നോക്ക് നിങ്ങൾ. ഖബറിന്റെ ഉള്ളിൽ വലിയ ഉപകാരം കിട്ടുന്ന കാര്യമാണ് ഇൽമുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം. ഇൽമു പഠിക്കുക, പഠിപ്പിക്കുക, അതൊരു ചെറിയ സംഗതിയല്ല. ഇദാ മാതൽ ആലിമു, ഒരു ആലിമു മരണപ്പെട്ടു കഴിഞ്ഞാൽ സുവ്വറല്ലാഹു ഇൽമഹു ഫീ ഖബരിഹി, എത്ര ഇൽമവൻ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, ഖബറിൽ അല്ലാഹു തആല അതൊരു രൂപപ്പെടുത്തി കൊടുക്കും. കാണാൻ നല്ല ചൊങ്കും ചൊറുക്കുമുള്ള രൂപമാണ്. യുനിസുഹു ഇലാ യൗമിൽ ഖിയാമ, വർത്തമാനം പറഞ്ഞും സന്തോഷങ്ങൾ പറഞ്ഞും ആ ഖബറിൽ അവന് നേരം പോക്ക് കൊടുക്കും. എന്തെങ്കിലും ഇഴജന്തുക്കൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വരുമ്പോ ആ നല്ല രൂപം പ്രതിരോധിക്കും. ഇവിടെ വേണ്ട, അങ്ങോട്ട് പോയി. ഇവിടെ ഈ മനുഷ്യനോട് നേരം പോക്ക് പറയാൻ ഞാൻ തന്നെ ഉണ്ട്. ആ പഠിപ്പിച്ച ഇൽമുകളെ അല്ലാഹു തആല ഒരു രൂപമായിട്ടാണ് കൊടുക്കും. കാണാൻ നല്ല ചൊങ്കും ചൊറുക്കുള്ള രൂപം, നല്ല വാസനയുള്ള നല്ല സംസാരമുള്ള രൂപാക്കി കൊടുക്കും. സൂറത്തുൻ ഹസന. അതാണ് ഖബറിലുള്ള വലിയൊരു സന്തോഷം. ഒറ്റയ്ക്കിരിക്കുന്നിടത്ത് നേരം പോക്കിന് ആളെ കിട്ടിയാൽ അത്ര വലിയ സന്തോഷം വേറുണ്ടോ? അത് ഖബർ ജീവിതത്തിൽ നല്ല സന്തോഷമുള്ള രൂപത്തെ, വർത്തമാനം പറയാനും വാസനിക്കാനൊക്കെ നല്ല സന്തോഷമുള്ള രൂപത്തെ കിട്ടിയാൽ എന്തൊരു സന്തോഷ. ഖബറിന്റെ ഉള്ളിൽ അങ്ങനെ ഒറ്റപ്പെടുന്നിടത്ത് അങ്ങനെ ഒരു അവസ്ഥ കിട്ടണമെങ്കിൽ ദുനിയാവിൽ ഇൽമുമായിട്ട് നല്ല ബന്ധം നമ്മൾ സ്ഥാപിക്കണം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല നൽകിയ വഹി അതാണ്, തഅല്ലമിൽ ഖൈറ, നിങ്ങൾ ഖൈർ പഠിക്കണം. വഅല്ലിംഹു ലിന്നാസ്, നല്ലത് പഠിച്ച് ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിക്കണം. നിങ്ങൾ നല്ലത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോ നിങ്ങൾ ആ പഠിച്ച അറിവിനെ, നിങ്ങളിൽ നിന്ന് എത്ര ആള് പഠിച്ചിട്ടുണ്ടോ അവരെ അറിവിനെയും ഖബറിൽ നേരം പോക്കിനുള്ള വെളിച്ചമാക്കി തരും. ഏകാന്തത അനുഭവപ്പെടാതിരിക്കാൻ വലിയ സന്തോഷമാണ് ഖബറിന്റെ ഉള്ളില്.
ഖബറിലേക്ക് പോകുന്ന മനുഷ്യനോട് നല്ലോണം ഒരുങ്ങിപ്പോകാനാണ് മൂമിനായ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബൂദർ റളിയല്ലാഹു അൻഹു ഒരു യാത്രക്ക് ഉദ്ദേശിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂദറേ, ഒരു യാത്രക്ക് ഉദ്ദേശിക്കുമ്പോ എന്തെല്ലാം സാധനങ്ങൾ ഒരുക്കും? ഒരുപാട് ഒരുക്കും നബിയെ. വെള്ളം കരുതും, വസ്ത്രം കരുതും, പിന്നെ അവിടെ പോയി താമസിക്കണമെങ്കിൽ അതിനുള്ളതൊക്കെ കരുതും. അപ്പൊ തങ്ങൾ ചോദിച്ചു, ഫകൈഫ സഫറുൻ ത്വരീഖിൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്കുള്ള യാത്രക്ക് അത് വലിയൊരു യാത്രയല്ലേ, അതിനെന്താ ഒരുക്കിയത്? അതിനെന്തെങ്കിലും ഒരുക്കണ്ടേ? അലാ ഉനബ്ബിഉക യാ അബൂദർ, അബൂദറേ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, ബിമായം ഫഉക ദാലിക്കൽ യൗം, ഖിയാമത്ത് നാളിലേക്കുള്ള യാത്ര അതാദ്യം എത്തുന്നത് ഖബറിലാണ്. ആ യാത്രയിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന സംഗതി പറഞ്ഞു തരട്ടെയോ? അതേ നബിയെ, പറഞ്ഞു തരൂ. സും യൗമൻ ശദീദൽ ഹർരി ലിയൗമിൻ നുശൂർ, നല്ല ചൂടുള്ള കാലത്തും നോമ്പ് നോറ്റ് നിങ്ങൾ ശീലിക്കുക. കടുത്ത ചൂടുള്ള ദിനമാണ് പരലോകത്ത് വരാനുള്ളത്. സഹിക്കാൻ ദുനിയാവിലെ ചൂട് തന്നെ ധാരാളമാണ്, കഴിയുന്നില്ല. അതിന്റെ എത്രയോ ഡിഗ്രി ചൂട് കൂടുതലല്ലേ? അന്നത്തെ ചൂടിൽ നിന്ന് തണുപ്പ് കിട്ടാൻ ഇവിടെ ചൂടുള്ള കാലത്തും നിങ്ങൾ നോമ്പ് നോൽക്കണം. വസല്ലി റകഅതൈനി ഫീ ളുൽമത്തിൽ ലൈലി ലിവശത്തിൽ ഖുബൂർ, ഖബറിലെ ഏകാന്തതക്ക് പരിഹാരം കിട്ടാൻ അന്തിപ്പാതിര നേരത്ത് രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ നിസ്കരിക്കണം. തഹജ്ജുദ് നിസ്കാരമാണ് പറഞ്ഞത്. തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ ഖബർ വല്ലാത്ത വെളിച്ചമാകുന്നു. തഹജ്ജുദ് നിസ്കാരം ഖബറിൽ പ്രകാശമേകുന്ന നിസ്കാരമാണ്. സഹോദരങ്ങളെ, ഖബറിൽ ഇരുട്ടുണ്ടാക്കുന്ന കാര്യം നമ്മിൽ നിന്ന് ഉണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ലോണം ബഹുമാനിക്കാൻ പുരുഷന്മാരോട് കൽപ്പിക്കപ്പെട്ട ഒരു സ്ഥലമാണ് പള്ളി. ആ പള്ളിയിൽ വെച്ച് പലതും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. പള്ളിയുടെ പുറത്ത് പള്ളിയിൽ പെടാത്ത സ്ഥലമുണ്ടാക്കിയിട്ടുണ്ടാകും, അങ്ങോട്ടിറങ്ങുക. അല്ലാഹു ഫിൽ മസ്ജിദി ളുൽമതും ഫിൽ ഖബർ, പള്ളിയിലുള്ള ചിരി, അട്ടഹസിച്ച് പൊട്ടിച്ചിരിക്കുന്ന ചിരി, അത് ഖബറിലുള്ള ഇരുട്ടാണ്. പള്ളിയിൽ അങ്ങനെ ചിരിക്കേണ്ട ഒരു സ്ഥലം അല്ല. കാര്യഗൗരവത്തോടെ പരിഗണിക്കേണ്ട സ്ഥലമാണ് പള്ളി. ബഹുമാനം തെല്ലുപോലും കുറയാതെ സൂക്ഷിക്കേണ്ട ഇടമാണ്. അതുകൊണ്ട് അന്തിപ്പാതിര നേരത്തൊരു 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് പതിവാക്കണം. 5 മണി കഴിഞ്ഞ് 5:30 സുബഹി വാങ്ങ് കൊടുക്കുമ്പോ നമ്മളൊരു 5 മണിക്ക് എഴുന്നേറ്റാ തന്നെ 2 റക്അത്ത് നിസ്കരിക്കുന്ന ധാരാളം സമയം കിട്ടും. ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള നിസ്കാരം സുദീർഘ നേരം നിസ്കരിച്ച മഹാന്മാരൊക്കെ ഇല്ലേ, ഒരു 2 റക്അത്തെങ്കിലും പതിവാക്കുക. ഒറ്റക്ക് കിടക്കുന്ന ഖബറിൽ ഇരുട്ട് മാറിയിട്ട് വെളിച്ചം വരാൻ, ഏകാന്തത പോയിട്ട് സന്തോഷം കിട്ടാൻ. മക്കള് കൂടെ കിടക്കില്ലല്ലോ, ഇണകള് കൂടെ കിടക്കില്ലല്ലോ, കൂട്ടുകാരും നാട്ടുകാരും ആരും സഹായത്തിന് വരില്ലല്ലോ. അമല് മാത്രം സഹായത്തിന് വരുന്നൊരു സ്ഥലമാണത്. അവിടെ അമലല്ലാതെ മറ്റൊന്നും ഉപകരിക്കില്ല. ദിക്ർ ചൊല്ലാൻ കഴിയുമോ? എല്ലാ ദിവസവും 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ ചൊല്ലിയാൽ കാന ലഹു അമാനം മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്നവന് മോചനമുണ്ടാകും. നേരത്തെ ഞാനിവിടെ വന്നപ്പോ പറഞ്ഞു, ഉസ്താദേ, മത്സ്യം കിട്ടുന്നത് കുറവാണ്. ദിക്ർ ചൊല്ലിക്കോളൂ ഓരോ ദിവസവും 100 പ്രാവശ്യം. ഞാൻ പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. നമ്മളൊന്നും പറയാൻ കഴിവുള്ള അറിവുള്ള ആളുകളല്ലല്ലോ, തങ്ങൾ പഠിപ്പിച്ചതാണ് 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് ദിക്ർ ചൊല്ലുന്ന മനുഷ്യൻ ദാരിദ്ര്യത്തിൽ നിന്ന് സുരക്ഷിതനാകും. ഖബറിന്റെ ഏകാന്തതയിൽ അവന് നേരം പോക്ക് ലഭിക്കും. സ്വർഗീയ കവാടങ്ങൾ അവന്റെ ഖബറിലേക്ക് തുറക്കപ്പെടും. പുറത്തുനിന്ന് ഇങ്ങനെ ഉസ്താദുമാര് ദ്വാരക്കൂല, പടച്ചോനെ
സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണം, സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണം, സ്വർഗത്തിന്റെ വെള്ളം കുടിപ്പിക്കണം. ആ സംഗതികളൊക്കെ ഉണ്ട്. ദുനിയാവിൽ വെച്ച് സ്വർഗത്തിലെ വെള്ളം, സ്വർഗത്തിന്റെ ഭക്ഷണം അതൊക്കെ കഴിച്ച മഹാനല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. എത്ര ആൾക്കാർ അങ്ങനെ കഴിച്ചിട്ടുണ്ട്? സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അല്ലാഹു തആല നൽകിയ ഭക്ഷണം കഴിച്ച എത്ര മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി മറിയം റളിയല്ലാഹു അൻഹാ, അവർക്ക് അല്ലാഹു ഭക്ഷണം ഇറക്കി കൊടുത്ത സ്വർഗത്തിൽ നിന്നല്ലേ. സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു തടവറയിൽ കഴിയുമ്പോ മുന്തിരി കഴിച്ചത് മക്കത്ത് എവിടെയും ഒരു സ്ഥലത്തും മുന്തിരി ഇല്ലാത്ത കാലത്തും അല്ലാഹു ഡയറക്റ്റായി ഇറക്കി കൊടുത്ത മുന്തിരിയല്ലേ. സ്വർഗീയ ഭക്ഷണം, സ്വർഗീയ വെള്ളം കുടിച്ച ധാരാളം ആളുകളുണ്ട് ദുനിയാവിൽ തന്നെ. അവർക്ക് വലിയ സന്തോഷം, അവർക്കൊരു പ്രയാസമില്ല, പ്രശ്നമില്ല. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടിയാൽ പിന്നെന്താ സന്തോഷത്തിന് കുറവ്? ഏതെങ്കിലുമൊക്കെ ഒരു സമയം ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ശേഷം ഒരു 20 വട്ടം ഇങ്ങനെ ചെല്ലിയാൽ നടന്നു പോകുന്ന നടത്തത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, വലിയ ഖൈറായ ദിക്റാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചു. ആ ദിക്റിന്റെ പോരിശ, ഖബറിൽ ഏകാന്തതക്ക് പരിഹാരം കിട്ടും, കൂട്ടിന് ആളെ കിട്ടും, നല്ല സന്തോഷം കിട്ടും. സുബ്ഹാനല്ലാഹ്, വലിയ സന്തോഷം തന്നെയാ. ഖബറിലേക്ക് അങ്ങനെ പോകുമ്പോ തന്നെ ചിന്തിച്ചാൽ വലിയൊരു സംഗതിയാണ്. ഇബ്രാഹിം നദം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു കാലം എന്റെ തോളിലാ. ഞാൻ പറഞ്ഞു ഈ മരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, അള്ളാഹുവേ മരണത്തിൽ എനിക്ക് നീ ബർക്കത്ത് ചെയ്യണേന്ന് പറഞ്ഞപ്പോ കട്ടിലിന്റെ ഉള്ളുന്നൊരു ചോദ്യം, മരിച്ചിന്റെ ശേഷോ? മരിച്ചിന്റെ ശേഷം ബർക്കത്തൊന്നും വേണ്ടേ, മരിക്കുമ്പോ മാത്രം മതിയോ? ഞാൻ മിണ്ടാതെ നിന്നു. എന്റെ ഉള്ളിൽ വല്ലാത്ത ഭയം തോന്നി. ആ കൊണ്ടുപോകുന്ന മയ്യിത്തിനെ മറമാടിയ ശേഷം ഖബറിന്റെ സമീപത്ത് ചിന്താനിമഗ്നനായി ഞാൻ ഇരുന്നു. അപ്പോഴതാ കുറച്ചു നേരം കഴിഞ്ഞ് ജനങ്ങളൊക്കെ പോയപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഭാഗം പിളർന്ന് പുറത്തേക്കൊരാൾ ഇറങ്ങി. കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, നല്ല വാസനയുണ്ട്, നല്ല വൃത്തിയുള്ള വസ്ത്രമാ ധരിച്ചിരിക്കുന്നത്. എന്നെ വിളിച്ചു, യാ ഇബ്രാഹിം. ഇബ്രാഹിം തങ്ങൾ പറയാണ്, ഞാൻ വിളിക്ക് ഉത്തരം ചെയ്തു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്, ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ? അനൽ ഖായിലു ലക മിനസ് സരീരി വമാ ബഅദൽ മൗത്ത്. മയ്യിത്ത് കട്ടിലിന്റെ ഉള്ളിൽ നിന്ന് മരണത്തിന്റെ ശേഷമോ എന്നൊരു ചോദ്യം ചോദിച്ച ആളില്ലേ, അത് ഞാനാണ് ആ ചോദിച്ചത്. നിങ്ങൾ ചോദിച്ചതിന് പകരം ചോദിച്ച ആള് ഞാനാണ്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അനസുന്ന, ഞാൻ സുന്നത്താണ്. സഹോദരങ്ങളെ, സുന്നത്തിനെ അല്ലാഹു തആല ടൈം പാസിന് രൂപപ്പെടുത്തി കൊടുക്കണം. ഒരു സുന്നത്തും വെറുതെ കളയരുത്, നിസ്സാരപ്പെടുത്തരുത്. നിത്യജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ 100 കണക്കിന് സുന്നത്തുകൾ ഇന്നും മെയിൻ ചെയ്യാതെ അങ്ങനെ പോകുന്നു. 100 കണക്കിന് സുന്നത്തുകൾ, 1, 2, 10 ഒന്നല്ല, 100 കണക്കിന് സുന്നത്തുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തസ്കാരം മാത്രമൊന്നുമല്ല, സുന്നത്ത് എത്രയുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും, നമ്മൾ കിടന്നുറങ്ങുമ്പോഴും, നമ്മൾ കുളിക്കുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും, പുറത്തിറങ്ങുമ്പോഴും, വസ്ത്രം അഴിക്കുമ്പോഴും, വസ്ത്രം ധരിക്കുമ്പോഴും തുടങ്ങി നിത്യജീവിതത്തിൽ എന്തെല്ലാം സുന്നത്തുകളുണ്ട്. നമ്മളെ കയ്യിൽ സൂക്ഷിപ്പുള്ളത് എത്ര ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. വളരെ കുറവല്ലേ? കഴിവിന്റെ പരമാവധി പരിശീലിക്കാനും നമ്മളെ ശരീരത്തെ പാകപ്പെടുത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇതിന് പാകപ്പെടുത്തണം. ഇപ്പൊ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു മിസ്വാക്ക് എടുത്ത് മിസ്വാക്കൊക്കെ ചെയ്തൊരു കാമിലായ വുളു എടുക്കുക. ദിക്റൊക്കെ ചൊല്ലി, മുന്നിലെ ദിക്റും ശേഷമുള്ള ദിക്റൊക്കെ ചൊല്ലി മിസ്വാക്കോടുള്ള കാമിലായ വുളു ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ ഉറങ്ങാൻ പോകുന്ന ആ വിരിപ്പൊക്കെ ഒരു 3 പ്രാവശ്യം കൊടയാ, പുതപ്പും 3 പ്രാവശ്യം കൊടയാ, തലയിണയും 3 പ്രാവശ്യം കൊടയാ. അവിടെ അത്തറ് പൂശ, ഇതൊക്കെ സുന്നത്തുള്ളതാണ്. ഇത് ആദ്യ രാത്രിക്ക് മാത്രമൊന്നല്ല, സുന്നത്തുള്ള സംഗതിയാണ്. എന്നും സുന്നത്തുള്ള സംഗതിയാണ് ഈ പറയുന്നത്. കിടക്കാൻ പോകുന്ന സ്ഥലല്ലേ, അത് നല്ല വൃത്തിയും ശുദ്ധിയും വേണം. ശരീരത്തിനും വുളൂഇന്റെ വല്ലാത്തൊരു പരിശുദ്ധി വേണം. എന്നിട്ട് ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ട ദിക്റുകൾ ധാരാളമുണ്ട്. കിടക്കുന്നതിന് മുമ്പ് ചൊല്ലേണ്ടതുണ്ട്, കിടന്നിട്ട് ചൊല്ലേണ്ടതുണ്ട്, ലാസ്റ്റ് ഘട്ടത്തിൽ ചൊല്ലേണ്ടതുണ്ട്. ഇതൊക്കെ ചൊല്ലി പരിശീലിപ്പിക്കുക. അതൊക്കെ സുന്നത്തുകളാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്.
അങ്ങനെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രകാശിക്കുന്ന നിയലിക്കുന്ന ഒരു സംഗതി അത് സുന്നത്തായി മാറണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. സുന്നത്തുകൾക്ക് വലിയ പ്രത്യേകത, പ്രാധാന്യം ജീവിതത്തിൽ കൽപ്പിക്കണം. സഹോദരങ്ങളും സഹോദരിമാരും എല്ലാവരും, വീട്ടിലാണെങ്കിലും നമ്മളെ വീട്ടിലൊരു സദ്യയാണെങ്കിലും സൽക്കാരാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ, അതിലൊക്കെ ആ സുന്നത്തുകൾ കൃത്യമായിട്ട് പാലിക്കണം. അതിന് കുറവുണ്ടാകരുത്. ഞാൻ സുന്നത്താണ് എന്നാ രൂപം പറഞ്ഞത്. അനസുന്നത്തു അകൂനിലി സ്വാഹിബി ഫിദ്ദുന്യാ ഹാഫിളൻ വഅലൈഹി റാഖിബാ. ഈ ഖബറിൽ പോയ കൂട്ടുകാരനില്ലേ, അദ്ദേഹത്തിന് ആപത്തുകളിൽ നിന്ന് സൂക്ഷിച്ചിരുന്നത് ഞാനാണ്. ദുനിയാവിൽ നല്ല സൂക്ഷിക്കുന്ന ആളായി ഞാൻ കൂടെയുണ്ടായിരുന്നു. വഫിൽ ഖബരി നൂറം വമൂനിസാ. ഖബറിൽ പ്രകാശവും നേരം പോക്കുന്ന ആളുമാണ്. ഈ ഖബറിന്റെ ഉള്ളിൽ എന്റെ കൂട്ടുകാരന് ടൈം പാസ് വേണ്ടേ? ഒറ്റക്കല്ലേ അയാൾ അവിടെ ഉള്ളത്? ഇരുന്നിട്ട് വർത്തമാനം പറയാലോ. സ്വർഗീയമായ അവസ്ഥകൾ ഓരോന്നും സന്തോഷത്തോടെ അനുഭവിക്കാലോ. നേരം പോക്കിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്ന സുന്നത്ത് സ്വാലിഹായ രൂപം പ്രാപിച്ചു വന്ന് നേരം പോക്കുമ്പോ എത്ര നേരം വർത്തമാനം പറഞ്ഞാലും മടുപ്പ് വരില്ല, എത്ര നേരം നോക്കിയാലും മടുപ്പ് വരില്ല. ഇവിടെ മാത്രമല്ല, വഫിൽ ഖിയാമത്തി സായിഖൻ വഖായിദൻ ഇലൽ ജന്ന. ഖിയാമത്ത് നാളിൽ ഓരോരുത്തരും ഖബറിൽ നിന്ന് വരുമ്പോ ഞാൻ എന്റെ കൂട്ടുകാരന്റെ കൈ പിടിക്കും. എന്നിട്ട് എന്റെ കൂട്ടുകാരനെ പിടിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുവരെ ഞാൻ കൂടെയുണ്ട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ആ നല്ല രൂപം, ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്ന രൂപം പറയുന്ന മറുപടിയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ ഖബറിലെത്തിയിട്ട് റാഹത്തോടെ ചെയ്യാൻ പറ്റുന്ന സുഹൃതങ്ങൾ, റാഹത്തോടെ അനുഭവിക്കാൻ പറ്റുന്ന സുഹൃതങ്ങൾ നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന ചില സുഹൃതങ്ങൾ അനുഭവിക്കുന്നത് മനുഷ്യൻ ഖബറിൽ വെച്ചാണ്. മാ അദ്ഖല റജുലുൻ അലാ മുഅ്മിനിൻ സുറൂറൻ. ദുനിയാവിൽ ഒരു മുഅ്മിന് നീ എന്തെങ്കിലും സന്തോഷം നൽകിയോ? നിന്റെ വാക്കുകൊണ്ടോ, നിന്റെ പ്രവൃത്തി കൊണ്ടോ, നിന്റെ സാന്നിധ്യം കൊണ്ടോ, നിന്റെ സംഭാവന കൊണ്ടോ, നിന്റെ സഹായം കൊണ്ടോ, നിന്റെ സൽക്കാരം കൊണ്ടോ, ഏതെങ്കിലും ഒരു നിലക്കൊരു മുഅ്മിന് നീ സന്തോഷം നൽകിയോ? ഇല്ലാ ഖലഖല്ലാഹു ലഹു മിൻ ദാലിക സുറൂരി മലക്കൻ യഅ്ബുദുല്ലാഹ യുവഹിദുഹു. ആ സന്തോഷത്തിന്റെ പേരിൽ അല്ലാഹു തആല അവന് വേണ്ടി ഒരു മലക്കിനെ അല്ലാഹു സൃഷ്ടിച്ച് സംവിധാനിക്കും. ഫൈദാ സാറൽ അബ്ദു ഫീ ഖബരിഹി. ആ സന്തോഷം നൽകിയ അടിമ ഖബറിലെത്തിയാൽ അതാഹു ദാലിക സുറൂർ. ആ സന്തോഷം രൂപം പ്രാപിച്ച് ഖബറിലേക്ക് വരും. എന്നിട്ട് ചോദിക്കും, മതാരിഫുനി, എന്നെ അറിയാമോ? ഖബറാളി പറയും, മൻ അന്ത, നിങ്ങൾ ആരാണ്? ഖാല ഫയഖൂലു, ആ രൂപം പറയും, അനസ്സുറൂറു അല്ലദീ അദ്ഖൽതനി അലാ ഫുലാൻ. മറ്റേ ആൾക്ക് നീ നൽകിയൊരു സന്തോഷല്ലേ? കുടുങ്ങിക്കിടക്കുന്ന ആ മനുഷ്യന് നിന്റെ സമ്പത്ത് കൊണ്ട് നീ ഒരു സന്തോഷം നൽകിയില്ലേ? നിന്റെ സാന്നിധ്യം കൊണ്ട്, നിന്റെ സഹകരണം കൊണ്ട് ഒന്നുമില്ല. അയാൾ അവിടെ വിഷമിച്ച് നിൽക്കാണ്. അയാളെ മനസ്സിനെ സന്തോഷിപ്പിച്ച് തണുപ്പിച്ചു. രോഗത്തിന്റെ ഡിഗ്രി വരെ അയാൾക്ക് നിന്റെ വാക്കുകൊണ്ട്, സന്തോഷം കൊണ്ട് കുറഞ്ഞുപോയി. നിന്റെ ആ ഒരു സന്തോഷല്ലേ? ആ ഒരു സന്തോഷാണ് ഞാൻ. എന്നെ അല്ലാഹുത്തെ രൂപം പ്രാപിച്ച് ഇങ്ങോട്ട് അയച്ചിരിക്കാൻ. ഇനി നമുക്ക് വർത്തമാനം പറഞ്ഞ് ഇവിടെ ശിഷ്ടകാല ജീവിതം ഇവിടെ കഴിയാം. ഞാൻ പുറത്തേക്ക് പോകുന്നൊന്നുമില്ല. എന്നിട്ട് അനസ്സുറൂറുല്ലദീ അദ്ഖൽതനി അലാ ഫുലാൻ അനൽ യൗമ ഉനിസു വഹ്ശതക്. നിന്റെ ഏകാന്തതക്ക് ഞാൻ നേരം പോക്ക് നൽകും. വൗലഖിനുക ഹുജ്ജതക്. പേടിക്കണ്ട, മലക്ക് വന്നിട്ട് തെളിവ് ചോദിക്കുമ്പോ ഞാനത് പറഞ്ഞു തരും. കലിമത്തു തൗഹീദ് കൊണ്ട് നിന്നെ ഞാൻ ഉറപ്പിച്ചു നിർത്തും. ഖിയാമത്ത് നാളിലെ എല്ലാ സാക്ഷി സ്ഥലങ്ങളിലും നിനക്ക് ഞാൻ സാക്ഷിയാകും. നിനക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും. സ്വർഗത്തിൽ നിനക്ക് താമസിക്കാനുള്ള സ്ഥലം ഇവിടെ വെച്ച് തന്നെ നിനക്ക് ഞാൻ കാണിച്ചു തരും.
ഒരു മൂമിനായ മനുഷ്യന് എപ്പോഴെങ്കിലും ഒരു സന്തോഷം കൊടുക്കുക, ഏതെങ്കിലും ഒരു പേരിൽ. കൊടുത്തത് ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കണ്ട, അടുത്ത പിന്നെയും കൊടുക്കുക. അള്ളാഹു തആല ഏതാ കബൂലാക്കിയെന്ന് അറിയില്ലല്ലോ. ഒരാൾക്ക് കൊടുത്ത് നിർത്തണ്ട, ഒരാൾക്ക് സന്തോഷം കൊടുത്തിട്ടുണ്ട്, ആ പറഞ്ഞ ഹദീസ് ഞാൻ അനുസരിച്ചിട്ടുണ്ട്, അത് മാത്രമാകണ്ട. പിന്നെ അടുത്ത ആള് വരുമ്പോ അയാൾക്ക് എന്തെങ്കിലും സന്തോഷം കൊടുക്കുക. നമ്മളെ കുടുംബത്തിലോ അയൽപക്കത്തോ ആർക്കും ആകാം, കൂട്ടുകാരിലോ ഒരു മുഅ്മിനായ മനുഷ്യന് കൊടുക്കുന്ന സന്തോഷം അത് ചെറുതല്ല. ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടാകുന്ന ഇടങ്ങേറ് തടയുന്നത് ഖബറിൽ അനുഭവിക്കും അതിന്റെ സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്നഹു മൻ കഫ അദാഹു അനിന്നാസ്, ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാകുന്ന ഒരു സംഗതി ദുനിയാവിൽ വെച്ചത് തടഞ്ഞു നിർത്തി മാറ്റി നിർത്തിയാൽ കാന ഹഖൻ അലല്ലാഹി അൻ യകുഫ അൻഹു അദൽ ഖബർ, ഖബറിന്റെ ബുദ്ധിമുട്ട് അല്ലാഹു തആല അവനും മാറ്റി നിർത്തും, തടഞ്ഞു നിർത്തും. അതും വലിയ സന്തോഷമാണ്. രോഗിയെ സന്ദർശിക്കുന്നത് പോലും ഖബറിൽ വലിയ സന്തോഷത്തിന് കാരണമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞില്ലേ, മൂസാ നബിയെ നിങ്ങൾ എന്നും രോഗികളെ സന്ദർശിക്കണം. മൂസാ നബി ചോദിച്ചു, പടച്ചോനെ മാലിമൻ ആദമരീലൻ, രോഗിയെ സന്ദർശിക്കുന്ന ആളുകൾക്ക് എന്ത് കിട്ടാനാണ്? അല്ലാഹു തആല പറഞ്ഞു, പേടിക്കേണ്ടതില്ല. യുവക്കലു ബിഹി മലക്കാനി യഊദാനിഹി ഫീ ഖബരിഹി, രണ്ട് മലക്കുകൾ എന്നും ഖബറിൽ വന്ന് വിസിറ്റ് ചെയ്യും. എത്ര കാലം വരെ? ഹത്താ യുബ്അസ, ആ മനുഷ്യനെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ എല്ലാ ദിവസവും വിസിറ്റേഴ്സ് ഖബറിൽ വന്നുകൊണ്ടിരിക്കും. രോഗികളെ സന്ദർശിക്കുന്നത് അത് ഖബറിലേക്കുള്ള വലിയ സന്തോഷമുള്ള അമലാണ്, ചെറിയ അമലല്ല, വലിയ റാഹത്ത് കിട്ടുന്ന അമലാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും രാത്രി തബാറക സൂറത്തും സജദാ സൂറത്തും ഓതാതെ തങ്ങൾ ഉറങ്ങാറില്ല എന്ന് ഹദീസിൽ കാണാം. സഹോദരങ്ങളെ, അത് വലിയൊരു സന്തോഷമാണ്. തബാറക സൂറത്ത് ഓതുന്നത്, മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു കുല്ല ലൈല, എല്ലാ രാത്രിയിലും തബാറക സൂറത്ത് ഓതുന്നത് മനാഹുല്ലാഹു ബിഹാ മിൻ അദാബിൽ ഖബരി, ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനെ തടഞ്ഞു നിർത്തുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് സ്വഹാബത്ത് തബാറകക്ക് പേര് വിളിച്ചിരുന്നത് അൽ മാനിഅ അൽ മുൻജിയ. അൽ മാനിഅ എന്ന് പറഞ്ഞാൽ തടയുന്നത്, ശിക്ഷ തടയുന്നത്. അൽ മുൻജിയ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്നത്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്, തബാറക സൂറക്ക് ആ വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ടല്ലേ സ്വഹാബത്ത് മുഴുവനും അത് പഠിച്ചതും അത് പഠിപ്പിച്ചതും. കുടുംബക്കാരിൽ എല്ലാവരോടും ഓതാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരാളെ വിളിച്ച് പറഞ്ഞില്ലേ, നിന്റെ കുടുംബത്തിന് പറ്റിയൊരു സമ്മാനം ഞാൻ പറഞ്ഞു തരട്ടെ, അതുകൊണ്ട് വലിയ സന്തോഷം നിനക്ക് ലഭിക്കും. എന്താ സമ്മാനം? ഇഖ്റ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറക സൂറത്ത് നീ ഓതണം. വഅല്ലിംഹാ അഹ്ലക, നിന്റെ കുടുംബത്തിലെ എല്ലാവർക്കും നീ അത് പഠിപ്പിക്കണം. വജമീഅ വലദിക വസുബിയാനി ബൈതിക വജീറാനിക, നിന്റെ കുടുംബത്തിലെയും അയൽവക്കത്തെയും ചെറിയ മക്കൾക്ക് പോലും തബാറക സൂറത്ത് നീ പഠിപ്പിക്കണം. ഫഇന്നഹൽ മുൻജിയതു വൽ മുജാദില, ഓതി പതിവായി നടക്കുന്ന മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ വരുമ്പോ അവരോട് സംവദിക്കുന്ന സൂറത്താണ് തബാറക സൂറത്ത്. രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. അങ്ങനെ രക്ഷപ്പെടുത്തിയ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന് വലിയ സന്തോഷം കിട്ടി. തബാറക സൂറത്ത് ഒരാൾ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു, അയാളെ കൂടെ ആകെ ഒരു തബാറക സൂറത്ത് മാത്രമേ ഉള്ളൂ. തബാറക എന്നും അയാൾ ഓതും. ഖബറിലേക്ക് വെച്ചപ്പോ മലക്കുകൾ വന്നു. മലക്കയാളെ ശിക്ഷിക്കാനും പ്രതിരോധിക്കാനും വന്നപ്പോ തബാറക സൂറത്തതാ അയാളെ മുഖത്തിന്റെ ഭാഗത്ത് വന്നിങ്ങനെ നിന്നു. തബാറക സൂറത്ത് വലിയ വെളിച്ചമായി നിന്നിട്ട് പറഞ്ഞു,
തബാറക സൂറത്ത് പറയുന്നു, നീ അള്ളാഹുവിന്റെ സൂറത്തിൽപ്പെട്ട സൂറത്തല്ലേ? തബാറക സൂറത്ത് പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ ഖുർആനിൽപ്പെട്ട ഒരു സൂറത്താണ്, അള്ളാഹുവിന്റെ കിതാബിൽപ്പെട്ടൊരു സൂറത്താണ്. ഈ മനുഷ്യൻ ഒരുപാട് ഈ സൂറത്ത് ഓതിയതാണ്, അതുകൊണ്ട് തന്നെ ഇയാളെ ശിക്ഷിക്കരുത്. മലക്കുകളോട് വന്നപേക്ഷിക്കുന്നു, ശിക്ഷിക്കരുത്. മലക്കുകൾ ശിക്ഷിക്കാൻ ഒരുങ്ങുമ്പോ അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ, ഞാൻ നിന്റെ ഖുർആനിൽപ്പെട്ട ഒരു സൂറത്തല്ലേ, ഈ മനുഷ്യനെ നീ ദുഷിപ്പിക്കുന്നത് എനിക്ക് പ്രയാസമുണ്ട്. ഇയാള് എന്നെ ഒരുപാട് ഓതിയതാണ്, അതുകൊണ്ട് എന്റെ റെക്കമെൻഡ് നീ സ്വീകരിക്കണേ അല്ലാ. എന്നെ പഠിച്ചിട്ടുണ്ട്, എന്നെ ഓതിയിട്ടുണ്ട്. ആ മനുഷ്യനെ നീ ശിക്ഷിക്കുകയാണോ, തീ കൊണ്ട് കരിച്ച് കളയുകയാണോ? അങ്ങനെ ലക്ഷ്യമുണ്ടെങ്കിൽ നിന്റെ കിതാബിൽ നിന്ന് എന്നെ നീ മായ്ച്ചു കളയണം. നിന്റെ കിതാബിൽ നിന്ന്, ഖുർആനിൽ നിന്ന് എന്നെ മായ്ച്ചു കളയണം. എന്നെ മായ്ച്ചു കളഞ്ഞ ശേഷം നിനക്ക് ഈ മനുഷ്യനെ ശിക്ഷിക്കാം. തബാറക സൂറത്തിന്റെ മുജാദില എന്ന് പറഞ്ഞില്ലേ, സംവദിക്കുന്നത്, തർക്കിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആലയോട് സൂറത്ത് പറയുകയാണ്, നിന്റെ കിതാബിൽപ്പെട്ട സൂറത്താകുന്ന ഞാന്, എന്നെ ഈ മനുഷ്യൻ ഓതി പഠിച്ചു, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു. അത് ഈ മനുഷ്യൻ ചെയ്തിട്ടില്ലേ അല്ലാ? എന്നിട്ടും ഈ മനുഷ്യനെ ശിക്ഷിക്കാനാണോ ഉത്തരവിടുന്നത്? അങ്ങനെ ശിക്ഷിക്കാനാണെങ്കിൽ എന്നെ നീ നിന്റെ കിതാബിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ ശേഷമേ ഇയാളെ ശിക്ഷിക്കാവൂ. റബ്ബ് സുബ്ഹാനഹു വ തആല തബാറക സൂറത്തിന്റെ ആ ഒരു ശഫാഅത്ത് സ്വീകരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇല്ല, നിന്റെ ശഫാഅത്ത് ഞാൻ സ്വീകരിക്കുന്നു, ആ മനുഷ്യനെ ശിക്ഷിക്കുന്നില്ല. തബാറക സൂറത്ത് ആ മനുഷ്യന്റെ ഒപ്പം നിന്നുകൊണ്ട് പറയുന്നു, മർഹബം ബിഹാദൽ ഫമി ഫറുബ്ബമാ തലാനി വമർഹബം ബിഹാദസ് സ്വദ്രി ഫറുബ്ബമാ വഅനി വമർഹബം ബിഹാതൈനിൽ ഖദമൈനി ഫറുബ്ബമാ ഖാമതാ ബി. എത്രയാണ് ഈ നാവ് കൊണ്ട് എന്നെ ഓതിയത്, ഈ മനസ്സിൽ എന്നെ ഹൃദിസ്ഥമാക്കിയത്, ഈ രണ്ട് കാൽപാദം കൊണ്ട് നിന്നിട്ട് എത്രയാണ് എന്നെ ഓതിയത്, കേട്ടത്. അതുകൊണ്ട് സന്തോഷമാണ്, സമാധാനമാണ്, ഖബറിൽ നേരം പോക്ക് നൽകുന്നു. സഹോദരങ്ങളെ, ഖബറിന്റെ ഉള്ളിൽ സുഖം അനുഭവിക്കുന്നത് എല്ലാവരും ഒരു രൂപത്തിലാണോ? അല്ല, വ്യത്യസ്ത ഡിഗ്രിയിലല്ലേ അമലുകൾ. ശരീരത്തിനൊരു പോറലുമേൽക്കാത്ത എത്രയെത്ര ഭാഗ്യവാന്മാരുണ്ട്. ഒറ്റ ശരീരത്തിനൊരു ചെറിയ ഒരു ഭാഗം പോലും, ചെറിയൊരു ഉറുമ്പ് പോലും എരിച്ചിട്ട് അല്ലല്ല, അതിനനുസരിച്ചുള്ള കട്ടിയും കനമുള്ള അമലുകളുടെ ബാണ്ടുണ്ടവർക്ക്. ഈമാനുണ്ട്, ഇൽമുണ്ട്, ഒക്കെ ഉണ്ട്. ഒറ്റ ഉദാഹരണം പറയട്ടെ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു എത്ര വലിയ മഹാപണ്ഡിതനാണ്. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ശിഷ്യൻ. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടടുത്ത് തന്റെ ബന്ധുവിനെ മറവ് ചെയ്യാൻ വേണ്ടി ഖബർ കുഴിച്ചു. എന്നാ ഖബർ കുഴിക്കുന്നത് 220 കൊല്ലം കഴിഞ്ഞിട്ട്, മഹാനവറുകൾ വഫാത്തായിട്ട്. മഹാനവറുകൾ വഫാത്തായിട്ട് 220 കൊല്ലം കഴിഞ്ഞിട്ടാണ് തന്റെ ബന്ധുവിനെ മറവ് ചെയ്യാൻ വേണ്ടി തൊട്ടപ്പുറത്തൊരു ഖബർ കുഴിക്കുന്നത്. ഖബർ കുഴിച്ചപ്പോ ഇപ്പുറത്തുള്ള ചുമരിന്റെ ഒരു ഭാഗം കൊണ്ട് പൊളിഞ്ഞു വീണു. പൊളിഞ്ഞു വീണപ്പോ തൊഴിലാളികൾ വല്ലാത്ത സുഗന്ധം അനുഭവിക്കുന്നു. അപ്പൊ അവരെ ആ ഭാഗം ഒന്ന് കെട്ടി റെഡിയാക്കാൻ വേണ്ടി മണ്ണ് ഒന്നുകൂടി വാരിയെടുത്തപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം, അന്ന് കഫൻ ചെയ്ത് വെച്ച ശരീരം, പരുത്തി വെച്ചത്, അന്നത്തെ ആ സുന്ദരമായ മുഖം, സന്തോഷമുള്ള ആ ഒരു ശരീരം അങ്ങനെ തന്നെ 220 കൊല്ലമായി പോറലേറ്റിട്ടില്ല, ഒരു പരിക്കുമേറ്റിട്ടില്ല. മണ്ണിലാ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. പക്ഷെ ആ മണ്ണ് അല്ലാഹു തആല അവർക്ക് മണിയറയാക്കി കൊടുത്തിരിക്കുകയാണ്. നമുക്ക് മണിയറ ഭൂമിയുടെ പുറത്തല്ലേ, ഉള്ളിലാ വേണ്ടത്. ഖബറിന്റെ ഉള്ളില് അവിടെ വേണമെങ്കിൽ നല്ല നല്ല അധ്വാനവും നല്ല നല്ല ഇബാദത്തും ഇൽമും തഖ്വയും വർദ്ധിപ്പിക്കണം ജീവിതത്തില്. ഖബറിൽ കിടക്കുന്ന, ഖബർസ്ഥാനിൽ കിടക്കുന്ന എല്ലാരും ഒരേ ഗ്രേഡിലല്ല, വ്യത്യസ്ത ഗ്രേഡിലാണ്. ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ അല്ലാഹു തആലാനോട് ഒരിക്കൽ ചോദിച്ചു, പടച്ചോനെ, എനിക്ക് ഈ ഖബറിൽ കിടക്കുന്ന ആൾക്കാരെ സ്റ്റേജ് ഒന്ന് കാണിച്ചു തരണം. വ്യത്യസ്ത സ്റ്റേജിലല്ലേ എല്ലാവരും.
ഓരോരുത്തരും ഏതെല്ലാം സ്റ്റേജിലാണ് കിടക്കുന്നത് എന്ന് എനിക്കറിയണം. മഹാനവറുകൾ പറയാണ്, ഞാൻ ആ ചോദ്യം ചോദിച്ച് ഒരു ഖബർസ്ഥാൻ അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. വ്യത്യസ്ത ഖബറുകൾ അതിൽ നിന്ന് പൊട്ടിപ്പിളർന്ന് വന്നിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോ അവരെ കൂട്ടത്തിൽ മിൻഹുമുൻ നായിമു അല സുന്ദുസി, സ്വർഗീയ പട്ടി വിരിച്ച് ഉറങ്ങുന്ന ആളുകളുണ്ട്. വമിൻഹുമുൻ നായിമു അലൽ ഹരീരി വദ്ദീബാജ്, സ്വർഗത്തിലെ മറ്റൊരു തരം പട്ടാണ് ദീബാജ്, അതും വിരിച്ച് ഉറങ്ങുന്ന ആളുകളുണ്ട്. വമിൻഹുമുൻ നായിമു അലർ റൈഹാൻ, സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലെ വിശ്രമിക്കാനുള്ള നല്ല നല്ല ചാരുകട്ടിൽ, ആ ചാരുകട്ടിലിൽ വിശ്രമിക്കുന്നവരുണ്ട്. വമിൻഹുമുൻ നായിമു അലസ് സുറുറി, സാധാരണ ഐക്കട്ടിലില്ലേ സ്വർഗത്തിലുള്ളത്, അതിന്റെ മേലെ ഉറങ്ങുന്നവരുണ്ട്. വമിൻഹുമുൽ ബാക്കി, ഖബറാളികളെ കൂട്ടത്തിൽ തന്നെ കരയുന്നവരുണ്ട്, ചിരിക്കുന്നവരുണ്ട്. ഞാൻ ചോദിച്ചു, പടച്ച റബ്ബേ, ലൗ ശിഅ്ത സാവൈത ബൈനഹും ഫിൽ കറാമ, എല്ലാവർക്കും ഒരു ബഹുമാനം കൊടുത്തൂടായിരുന്നില്ലേ റബ്ബേ? അങ്ങനെ ഞാൻ ചോദിച്ചപ്പോ ഖബറാളികളെ കൂട്ടത്തിൽ നിന്നൊരാള് വിളിച്ചു പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, പറയരുത്. ഹാദാ മനാസിലുൽ അഅമാൽ, അമലിന്റെ ഡിഗ്രിയാണിത്. അമലിന്റെ ഡിഗ്രി അനുസരിച്ചാണ് ഈ ഖബറിന്റെ ലോകത്ത് ഡിഗ്രി ഉള്ളത്. ആദ്യം കണ്ടില്ലേ, സ്വർഗീയ പട്ടായ സുന്ദുസ് വിരിച്ചുറങ്ങുന്ന ആളുകളെ കണ്ടോ? ഫഹും അസ്ഹാബുൽ ഖുലുഖിൽ ഹുസ്നി, സൽസ്വഭാവികളാണ്. സൽസ്വഭാവികളാണ് കിടക്കുന്നത് ഏറ്റവും ഉയർന്ന ഗ്രേഡിൽ. സ്വർഗത്തിലെ സുന്ദുസ് എന്ന പട്ടി വിരിച്ച് ഖബറിൽ വിശ്രമിക്കുന്നത് ആരാ? എന്താണ് ആ പട്ട്? കാണുമ്പോഴേക്കെന്നെ തൊടുമ്പോഴേക്കെന്നെ എന്തൊരു മിനുമിനുത്തമാണ്, എന്തൊരു സുഗന്ധമാണ്. എത്ര കടന്നാലും നമ്മുടെ ശരീരത്തില് അടയാളം വരാത്ത ഒരു പട്ട്, എത്ര കടന്നാലും കടന്നിട്ട് മതി വരാത്തൊരു പട്ട്, സ്വർഗീയ പട്ടതാ. ദുന്യാവിലെ പട്ട് പോലെയല്ല, ദുന്യാവിലെ ബ്ലാങ്കറ്റ് പോലെയല്ല. അതിൽ കടന്നാല് മടുപ്പ് വരൂല, കടന്നിട്ട് അടയാളം വരില്ല, മതി കടന്നെന്ന് തോന്നൂല. അത്രയും സുഖവും സന്തോഷമാണ്. ആർക്കാ അല്ലാഹു തആല അത് കൊടുത്തത്? ഖുലുഖുൽ ഹസൻ, സൽസ്വഭാവികൾക്ക്. സൽസ്വഭാവം ഉണ്ടോ? കിട്ടും നമുക്കും. സൽസ്വഭാവം പ്രധാനമായിട്ട് 3 ഗ്രേഡാണ് സൽസ്വഭാവത്തിനുള്ളത്. എന്താ 3 എണ്ണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലാ യകൂനുൽ അബ്ദു ദാ ഫളിൻ, ഒരടിമ വലിയ മഹത്വമുള്ള ആളായി തീരൂല. ഹത്താ യസ്വില മൻ ഖതഅഹു, ഹത്താ യസ്വില മൻ ഖതഅഹു, ബന്ധം വിച്ഛേദിച്ചവരോട് ചേർക്കുന്നത് വരെ. വയഅഫു അമൻ ളലമഹു, അന്യായം ചെയ്തവരോട് പറഞ്ഞവർക്ക് മാപ്പ് കൊടുക്കുന്നത് വരെ. വയുഅതി മൻ ഹറമഹു, ഇങ്ങോട്ട് തടഞ്ഞവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് വരെ. ഇതാണ് സൽസ്വഭാവത്തിന്റെ 3 ഗ്രേഡ്, ഉന്നതമായ ഗ്രേഡ്. അതിന് മനസ്സും ശരീരമൊക്കെ നല്ലോണം പാകപ്പെടണം. മാപ്പ് കൊടുക്കാൻ തന്നെ നല്ലോണം പാകപ്പെടണ്ടേ? ചില ആൾക്കാർക്ക് ലക്ഷങ്ങൾ കോടികൾ കൊടുത്താലും ഒരു വിട്ടുവീഴ്ച ചെയ്യൂല. അവന്റെ അമ്മോ, അതൊക്കെ വല്ലാത്ത കട്ടിയാണ്, അതിന് എവിടെ പോയിട്ടാ കഴിയുകയെന്ന് പറയാൻ പറ്റൂല. നിസ്സാര പ്രശ്നമായിരിക്കും, പക്ഷെ അത് ഊതി വീർപ്പിച്ച് 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 ലോകം ഒന്നായിട്ട് എത്തിയിട്ടുണ്ടാവും. ചെറുതായിരിക്കും, വളരെ ചെറുത്. അടുക്കളയിൽ തീരേണ്ട, അടുപ്പിൽ തീരേണ്ട പ്രശ്നം അത് വേറോടെ എത്തി. അത് വിട്ടുവീഴ്ച കൊടുക്കാൻ പറ്റൂല എന്നുള്ള ലെവലിലാക്കി എത്തിയത്. മാപ്പ് ചെയ്തു കൊടുക്കുക, മഹാനാകും. നല്ല സ്വഭാവമാണ് ഏറ്റവും നല്ല സ്വഭാവം. ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അതാ. അതിനേക്കാൾ മികച്ചൊരു സ്വഭാവം വേറുണ്ടോ മുസ്ലിമിനില്ല. മുസ്ലിമിന്റെ സ്വഭാവത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം അഫ്ളലു അഖ്ലാഖിൽ മുസ്ലിമീന അൽ അഫൂ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിങ്ങളുടെ സ്വഭാവങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം വിട്ടുവീഴ്ചയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബങ്ങൾ നന്നാകും, അയൽക്കാർ നന്നാകും, കൂട്ടുകാർ നന്നാകും, ഒപ്പം തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ നന്നാകും, എല്ലാവരും നന്നാകും. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായാൽ ആരാ നന്നാകാത്തത്? ആ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് നല്ല പട്ടും വിരിച്ച് കിടക്കുന്നത്. പട്ടി വിരിച്ച് കിടക്കാൻ പോതിണ്ട് ഉസ്താദ്, അത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ പോതിണ്ട്. പക്ഷെ അതിനുള്ള മരുന്ന് അത് വലിയ ഡേഞ്ചർ തന്നെയാണ്. അതാ സ്വീകരിക്കേണ്ടത്. അതിനാണ് തൗഫീക്ക് വേണ്ടത്. അല്ലാഹു തആല തൗഫീക്ക് തരട്ടെ. റമദാനല്ലേ വരുന്ന, ശഅബാനിൽ ഒരുങ്ങേണ്ട ഒരുക്കം കൂടിയല്ലേ. മനസ്സിനെ അതിന് പാകപ്പെടുത്തുക. ഏതെങ്കിലും കിള്ളിങ്കറിന്റെ പേരില് എന്തിനാണ് ഈ പടലപ്പിണക്കങ്ങൾ, എന്തിനാ ഈ വിഷയങ്ങള്? നമ്മൾ എന്ന് തീർന്ന അന്ന് തീർന്നില്ലേ?
നാളെ കഴിഞ്ഞില്ലേ? അബദ്ധങ്ങൾ സംഭവിക്കില്ലേ? സ്വാഭാവികല്ലേ? മനുഷ്യന്മാരല്ലേ? തെറ്റുകുറ്റങ്ങൾ വരും. അത് സ്വന്തം ഇണയിൽ നിന്നാണെങ്കിലും വരും, സഹോദരനിൽ നിന്നാണെങ്കിലും സഹോദരിൽ നിന്നാണെങ്കിലും ഒക്കെ വരും, മക്കളിൽ നിന്ന്, ശിഷ്യന്മാരിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്നൊക്കെ വരും. ആരും മാസൂമിങ്ങളല്ല, തെറ്റുവരും. വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് നന്നാക്കുക എന്നുള്ളതാണ് വടി. അതിനേക്കാൾ നല്ലൊരു വടി വേറല്ല. ആ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിടക്കുന്നിടത്ത് നല്ല പട്ടും വിരിച്ച് കിടക്കുക. അല്ലാതെ ഇവിടുന്ന് ഇപ്പോ പൊന്നാനിയിൽ ആ കബർ നിർത്തിയിട്ട് പട്ടൊന്നും കൊടുന്ന് വിരിച്ചു തരൂല. അത് ആ കഫമ്പുടെ തന്നെ കൊണ്ടുപോകുള്ളൂ. ഇവിടെ 3 കഷ്ടല്ലേ പൊതിയാറുള്ളൂ, അത്രേ പൊതിയുള്ളൂ. 4ാമത്തും കൂടി പൊതിയില്ല, 3 പൊതിയുള്ളൂ. സഹോദരിമാരാണെങ്കിൽ 2 കൂടി എക്സ്ട്രാ ഉണ്ടാകും, വേറെ വല്ല ഒപ്പിലും നിൽക്കാം, അല്ലെങ്കിൽ അതേ ഉണ്ടാകുള്ളൂ. അല്ലാതെ ആരും നമ്മളെ നാട്ടുകാരല്ലേ, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കിട്ടൂല. ഡയറക്റ്റ് ആയിട്ട് മലക്കുകൾ കൊടുന്ന് വിരിച്ചു തരും. രണ്ടാമത് പറഞ്ഞ ഹരീറിന്റെയും ദീപാജിന്റെയും ആളുകൾ ആരാണ്? ഫഹുമുശുഹദാ, അവര് ശുഹദാ ആണ്, ശുഹദാക്കള്. 2 തരം ശുഹദാക്കളും ആ പറഞ്ഞതിൽ പെടും. ശുഹദാ ഉദ്ദുന്യാ വല്ലാഖിറ, ശുഹദാ ഉല്ലാഖിറ, 2 കൂട്ടരുണ്ട്. ഇവിടെ ഒരാള് വയറ് സംബന്ധിയായ രോഗം കുറെ ചികിത്സിച്ചു, ആ വേദന എങ്ങനെ മൂർജിച്ചു വന്നു, അങ്ങനെ അങ്ങോട്ട് മരിച്ചു. അയാൾ ആഖിറത്തിൽ ഷഹീദാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രസവ വേദന ഇളകിയിട്ട് പ്രസവിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാത്ത ഒരു സഹോദരി അങ്ങ് മരണപ്പെട്ടു പോയി. ആ പെണ്ണ് ആഖിറത്തിലെ ഷഹീദാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ശുഹദാക്കളില്ലേ, അവർക്കും ഖബറിന്റെ ഉള്ളിൽ നല്ല ബഹുമാനമുണ്ട്. അതേ വഅമ്മ അസ്ഹാബുർ റൈഹാൻ, സ്വർഗത്തിലെ റൈഹാനുമായി സന്തോഷിക്കുന്ന ആളുകൾ, ഫഹുമുസ്സായിമൂൻ, നോമ്പ് നോറ്റുകൊണ്ട് മരിച്ചുപോയവരാണ്. വഅമ്മ അസ്ഹാബുൽ മറാത്തിബി, കട്ടിലിന്റെ മേൽ കിടക്കുന്നത്. ഖബറിൽ കട്ടിലുണ്ടോ സഹോദരങ്ങളെ? കട്ടിൽ എങ്ങനെയാണ് അവിടെ എത്തിയത്? സ്വർഗീയ കട്ടിലല്ലേ വരുന്നത്. അതും സാധാരണ നമ്മുടെ നാട്ടിലെ കട്ടിലല്ല. ഓരോ ഭാഗത്തേക്ക് കടന്നാലും മറ്റേ ഭാഗം അതിനനുസരിച്ച് പാകപ്പെട്ടു തരുന്ന കട്ടിലാണ്. സുറുറിൻ മർഫൂആ, ഉയർത്തപ്പെട്ട കട്ടിലുകൾ എന്ന് പറഞ്ഞില്ല, കട്ടിലുകളാണ് അത്. ഫഹുമുൽ മുതഹാബ്ബൂന ഫില്ലാ, അല്ലാഹുവിൽ പരസ്പരം സ്നേഹിച്ച് ജീവിച്ച മഹാന്മാർ, അവർക്ക് അല്ലാഹു ഖബറിൽ കൊടുക്കുന്ന സന്തോഷമാണ്. വഅമ്മാ അസ്ഹാബുൽ ബുക്കാ, കരയുന്ന ആളുകളാരാണ്? ഖബറിലെത്തിയിട്ടും കരച്ചിൽ മാറിയിട്ടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഫഹുമുൽ മുദ്നിബൂൻ, കുറ്റവാളികളാണ്, തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല. അതിനിടക്ക് തന്നെ അസ്രായീൽ കൊണ്ടുപോയി. നേരം കിട്ടാഞ്ഞിട്ടല്ല, അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല, ഇനിയും കുറെ ആയുസുണ്ടെന്ന് കരുതിയിട്ട് കാത്തുനിന്നുപോയി. പക്ഷേ അതിനൊന്നും ആയുസുണ്ടായില്ല. വഅമ്മാ അസ്ഹാബുൽ ലിഹ്കി, ചിരിക്കുന്ന ആളുകളാരാണ്? അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഖബറിലെത്തി സന്തോഷത്തോടെ ചിരിക്കുന്നവര് ഫഹും അഹ്ലുത് തൗബ, അവര് തൗബ ചെയ്തിട്ട് മരിച്ചുപോയവരാണ്. ഇങ്ങനെയാണ് ഖബറിലെ വ്യത്യസ്ത ഗ്രേഡ്. രക്ഷാവിഭാഗത്തിന്റെ വ്യത്യസ്ത മർത്തബകളാണിത്. അതിനൊക്കെ പാകപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ സെറ്റപ്പാക്കിയിട്ട് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടി നല്ല അമലുകൾ ചെയ്ത് നല്ല വിശ്വാസത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം അവന്റെ പൊരുത്തത്തിലാക്കി അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ശിക്ഷ കിട്ടുന്ന ഖബറിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ശിക്ഷ ഖബറിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഖബറിലെ ശിക്ഷ കിട്ടാൻ ഇപ്പൊ അല്ലാഹു തആലാക്ക് ഖബറിന്റെ ഉള്ളിൽ തന്നെ വെച്ചോളന്നില്ല, അങ്ങനെ ആരും കരുതരുത് കേട്ടോ. ഖബറിന്റെ ഉള്ളിൽ വെക്കാതെ അല്ലാഹു തആല ശിക്ഷിക്കുന്ന ഒരാളാണ് ഫിർഔന്. ഫിർഔന് ഖബറിന്റെ ഉള്ളിലല്ലല്ലോ, അയാൾക്ക് ശിക്ഷ ഉണ്ട് എന്ന് ഖുർആനിൽ അല്ലാഹു പറയുന്നു. അവന് ശിക്ഷ എല്ലാം അറിയാൻ പറ്റുമോ? ഫിർഔൻ അവിടെ ഈജിപ്തിലും മ്യൂസിയത്തിൽ പോയി നോക്ക് നിങ്ങൾ, നല്ല AC റൂമിലാണ് അവന്റെ മാത്രം. വേറെ കുറെ ഫറോമാരൊക്കെ അല്ലാത്ത റൂമിലാണ്. ഇവന്റെ ബോഡി മാത്രം AC റൂമിലാ. ശിക്ഷല്ലേ? ശിക്ഷ ഉണ്ട്. അന്നാറു യുറലൂന അലൈഹാ ഗുദുവൻ വഅശിയ്യാ, 24 മണിക്കൂറും നരകശിക്ഷ കൊടുക്കുന്നു. 24 മണിക്കൂറും നരകശിക്ഷ തന്നെ, നരകശിക്ഷ. ഖിയാമത്ത് നാളാകുമ്പോഴോ അവിടെ ആകുമ്പോ കടുത്ത ശിക്ഷ വേറെ. അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്, ഫിർഔൻ കുടുംബമേ
നിങ്ങൾ കടുത്ത ശിക്ഷയിലേക്ക് പ്രവേശിച്ചോളൂ. അവനെ പഠിക്കാൻ അവന്റെ ബോഡിയെ അല്ലാഹുത്തആല അങ്ങനെ നിലനിർത്തി. ശിക്ഷ അല്ലാഹുത്തആല പരസ്യമായിട്ടാണ് അവന് കൊടുക്കുന്നത്. നമ്മൾ നോക്കുമ്പോ ഭാവഭേദമാറ്റങ്ങളൊന്നും കാണാനില്ല. അള്ളാഹുവിന്റെ കഴിവാണത്. നമ്മളെ നഗ്നനേത്രങ്ങൾക്ക് മറയി സൃഷ്ടിച്ചുകൊണ്ട് അവനെ ശിക്ഷിക്കാനുള്ള കഴിവ് അല്ലാഹുത്തആലക്കുണ്ട്. എന്തിനാ അള്ളാഹു അവനങ്ങനെ വെച്ചത്? ലോകത്തുള്ള നരഭോജികൾക്ക് അവനെ കണ്ട് പഠിക്കാൻ, കുട്ടികളെയും സ്ത്രീകളെയൊക്കെ കൊന്നു തിന്നുന്ന ഇസ്രയേലിന്റെയും മറ്റൊക്കെ രാക്ഷസന്മാർക്ക് അവനെ കണ്ട് പഠിക്കാൻ. ഒരുപാട് കുഞ്ഞുങ്ങളെ കൊന്ന് ഒരുപാട് പാവങ്ങളെ പീഡിപ്പിച്ച ആളാണല്ലോ ഇവന്. ഇവനെ പോലൊത്തൊരു ഗതി നിങ്ങൾക്കും വരാനുണ്ട് എന്ന് പഠിച്ചോളൂ എന്ന് പഠിക്കാനാണ് അല്ലാഹുത്തആല അങ്ങനെ ബാക്കി നിർത്തിയത്. അല്ലാതെ ശിക്ഷന്റെ കുറവൊന്നുമില്ല. ശിക്ഷിക്കാൻ പടച്ച റബ്ബ് എല്ലാ അർത്ഥത്തിലും കഴിവുള്ളവനാണ്. ശിക്ഷയിലേക്ക് നമ്മൾ ആരും തുനിയാതെ രക്ഷാമാർഗങ്ങൾ സ്വീകരിച്ച് നമ്മൾ പോയി കിടക്കുന്ന ഖബർ സന്തോഷമാകണം, റാഹത്താകണം. അല്ലാഹുത്തആല ഖബർ റാഹത്താക്കി തരട്ടെ. ഒരുപാട്